ജൂൺ 7 ന്യൂമിനിസ്റ്ററിലെ വിശുദ്ധ റോബർട്ട്. 1100 മുതൽ 1159 വരെ കാലഘട്ടം. 1139 ഇംഗ്ലണ്ടിൽ കർക്കശമായ ബെനഡിക്ടൈൻ നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ച 13 സന്യാസികളെ ബലം പ്രയോഗിച്ച് യോർക്കിൽ സെൻറ് മേരീസ് ആശ്രമത്തിൽ നിന്ന് പുറത്താക്കുകയുണ്ടായി. അന്ന് റോബർട്ട് വിറ്റ്ബി ആശ്രമത്തിലായിരുന്നു. അദ്ദേഹവും ബഹിഷ്കൃതരായ സന്യാസികളുടെ ഗണത്തിൽ ചേർന്നു. പുല്ലുമേഞ്ഞ ഒരു പുരയിൽ അവർക്ക് തീവ്ര ശൈത്യകാലത്ത് ജീവിക്കേണ്ടി വന്നു. വസന്തകാലത്ത് അവർ ക്ലെയർവോയിൽ വിശുദ്ധ ബെർണാദിൻ്റെ ശിഷ്യരോടുകൂടെ താമസിച്ചു. ഇവരുടെ പരിശുദ്ധ ജീവിതം കണ്ട് യോർക്കിലെ പ്രഭുവായ ഹ്യൂഗ് തൻ്റെ സമ്പത്ത് മുഴുവൻ അവർക്ക് വിട്ടുകൊടുത്തു. അങ്ങനെ ഫൗണ്ടൻസ് ആശ്രമം ആരംഭിച്ചു. അവിടുത്തെ സന്യാസികളുടെ സന്മാതൃക കണ്ട് മേർപെത്തു പ്രഭു റെയ്നോൾഡ്സ് നോർത്തംബർലാൻഡിൽ ഒരാശ്രമം നിർമ്മിച്ചു. അതിന് ന്യൂമിനിസ്റ്റർ ആശ്രമമെന്ന് പേരിട്ടു. ഫാദർ റോബർട്ട് പ്രസ്തുത ആശ്രമത്തിലെ ആബട്ടായി. ആബട്ട് റോബർട്ടിൻ്റെ മാതൃകാപരമായ ജീവിതം അദ്ദേഹത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന സന്യാസികളെ പരിപൂർണതയിലെത്തിക്കുവാൻ സഹായിച്ചു. പാവപ്പെട്ടവരുടെ അപ്പസ്തോലൻ എന്നുകൂടിയാണ് ആബട്ട് അറിയപ്പെട്ടിരുന്നത്. ഭക്ഷണമുറിയിലെ അദ്ദേഹത്തിൻ്റെ ജീവിതരീതികൾ മാത്രം മതിയായിരുന്നു മറ്റുള്ളവരെ ആശാന്തിഗൃഹത്തിലേക്ക് അഭ്യസിപ്പിക്കുവാനും നയിക്കുവാനും വേണ്ടിയിട്ട്. ഒരു ഉയിർപ്പ് തിരുനാൾ ദിവസം നോമ്പിൽ തപസ്സുകൊണ്ട് ഭക്ഷണത്തിന് രുചി തോന്നാതായപ്പോൾ സ്വല്പം റൊട്ടി തേനിൽ മുക്കി ഭക്ഷിക്കാമെന്ന് അദ്ദേഹം വിചാരിച്ചു. എന്നാൽ സമയമായപ്പോൾ അതും വേണ്ടെന്ന് വെച്ചു. അപരർക്ക് അത് ദുർമാതൃകയാകുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭയം. അങ്ങനെ കഠിനമായ തപസ്സുകളിലൂടെ ജീവിച്ച ആ വിശുദ്ധൻ ക്ഷീണിതനായി തീർന്ന് 1159 ഇഹലോകവാസം വെടിഞ്ഞു. ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിലൂടെ അനേകം അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിച്ചു. അത് ഇന്നും നിർബാധം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മിറക്കിൾ വർക്കർ എന്നും പാവപ്പെട്ടവരെ അപ്പസ്തോലൻ എന്നുമാണ് അദ്ദേഹം ഇംഗ്ലണ്ടിൽ ഇന്നും അറിയപ്പെടുന്നത്. വചനം റോമ 7-ാം അധ്യായം 19-20 വാക്യങ്ങൾ. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നതൊരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. വിചിന്തനം. സുകൃതങ്ങൾ അഭ്യസിക്കണമെന്ന് യുക്തിയും പാരമ്പര്യവും സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ അനുഭവം കൊണ്ട് യഥാർത്ഥ അഭ്യാസം നാം ഗ്രഹിക്കുന്നുള്ളൂ. ഇന്ന് ജൂൺ 7 ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തിയുടെ തിരുനാളാണ്. ഫ്രാൻസിലുള്ള വിശുദ്ധ മാർഗരറ്റ് മേരി അലാക്കുക്കിന് ഈശോ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ഹൃദയം കാണിച്ചു കൊടുക്കുകയുണ്ടായി. പന്തക്കുസ്ത തിരുനാൾ കഴിഞ്ഞു വരുന്ന 19-ാമത്തെ ദിവസം വെള്ളിയാഴ്ച, അന്നാണ് സഭയിൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. മാനവകുലത്തോട് ഈശോയ്ക്കുണ്ടായിരുന്ന ആഴമേറിയ സ്വർഗീയ സ്നേഹത്തെയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നതും നാം വണങ്ങുന്നതും. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ചിത്രങ്ങളിൽ നാം 4 അടയാളങ്ങൾ ദർശിക്കുന്നു. ഒന്ന് ഒരു കുരിശാണ്. ഈശോയുടെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും പ്രതിനിധീകരിക്കുന്നു. രണ്ടാമതായിട്ട് അഗ്നിയാണ്. ആ ജ്വലിക്കുന്ന അഗ്നി ഈശോയ്ക്ക് മാനവകുലത്തോടുള്ള സ്നേഹത്തെയും അത് എപ്രകാരമാണ് ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നതും എന്നാണ് കാണിക്കുന്നത്. മൂന്നാമതായിട്ട് ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു മുൾക്കിരീടമാണ്. അത് ഈശോ അനുഭവിച്ച യാതനകളെ, വേദനകളെ പ്രതിനിധാനം ചെയ്യുന്നു. നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി ഈശോ അനുഭവിച്ച സ്നേഹത്തെക്കുറിച്ച് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. നാലാമതായി കാണുന്നത് മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, വീണ്ടെടുപ്പിന് വേണ്ടി കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ ഹൃദയത്തിൽ നിന്നൊഴുകി വരുന്ന രക്തവും ജലത്തെയുമാണ്. ഇന്ന് നാം കേട്ട വചനത്തിലൂടെ മനസ്സിലാക്കിയ ഇച്ഛിക്കുന്ന നന്മയേക്കാളധികം ഇച്ഛിക്കാത്ത തിന്മ നമ്മിൽ നിന്ന് പുറപ്പെടുന്നുവെങ്കിൽ അവയെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് എടുത്തുകൊണ്ട് ഈശോയോട് ഐക്യപ്പെടാം. അവിടെ പരിഹരിക്കപ്പെടാത്തതായിട്ട് ഒന്നുമില്ല. ആ സ്നേഹത്തിന് നാം നമ്മെ തന്നെ സമർപ്പിക്കുക മാത്രം മതി.